ഇവിടെ എന്തായി കാണിക്കണമെന്ന് ആയിരിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ കാണിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. എന്താ എന്താണ് രാവിലെ പ്രശ്നം? നല്ല തണുപ്പുണ്ടെന്ന് വെള്ളത്തിന്. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കണേട്ടോ. വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വാഗമണ്ണിലേക്കാണ്. ഇപ്പം നമ്മൾ ഒരു ഓഫ് റോഡ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ വാഗമൺ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ കണ്ട, ഇതെന്തോ ഒരു ചെറിയ വ്യത്യസ്തമായിട്ടുള്ള റോഡാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണിത്. രാഹുലുണ്ട്, ബയ്യുണ്ട് നമ്മുടെ കൂടെ. അപ്പം ഇന്ന് നല്ല ഒരു ട്രിപ്പായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ചെറിയൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീഡിയോ എടുക്കാം. അപ്പം നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഈ ഫോറസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ ചെറിയ റോഡാണ്. ചെറുതായിട്ടൊക്കെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റോഡാണ്. വ്യൂ വേണ്ട, ഈ വ്യൂ ഇതില്ലേ സൂപ്പറാണ്. ഞാൻ അവൻ്റെ വണ്ടി നിർത്തിയത് കണ്ട, നിങ്ങൾ കണ്ടോളൂ. ഫുൾ വ്യൂസ് അടിപൊളിയല്ലേ വ്യൂ. ഇവിടെ ഫുൾ പാറയാണ്. ഇതേ ഇവിടെ ഫുള്ള് മലയാണ്. നമ്മുടെ വണ്ടി ഇതാ അവിടെയാണ്. അയ്യോ ഇവിടെ നിന്നിട്ടില്ലേ, അയ്യോ ബാക്കിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങിപ്പോണ്. അത്രയ്ക്ക് വലിയ കയറ്റത്തിലാണ് നമ്മളവിടെ നിർത്തിയേക്കണ വണ്ടി. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഫുള്ള് കയറ്റമാണ്. നമ്മളിങ്ങനെ പോകുന്തോറും നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് വലിയ കയറ്റത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കണത്. ഇതാണ് ഇവിടുത്തെ മൗണ്ടൻ വ്യൂ. ഇവരെന്തോ കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളുടെ വണ്ടിയിലേക്ക് ഓടിക്കയറാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദൂരത്താണ് നമ്മുടെ വണ്ടി ഇറങ്ങുന്നത്. കണ്ട അവിടം വരെ എത്തണം. നമ്മൾ ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി പോകുന്നു. പിന്നെ തിരിച്ച് ഓടിക്കയറണേ, എത്തണില്ല. ഭയങ്കര സ്പീഡ് ഓടേണ്ടി വരും തോന്നുന്നുണ്ടിട്ട്. അയ്യോ കയറണില്ല, ഇത്ര സ്പീഡ് ഓടാൻ മതി. അയ്യോ ഫൈനലി നമ്മളുടെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ നമുക്ക് ഇനി വണ്ടി കയറാം. നമ്മൾ പോണ റിസോർട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ്ടാ. ഞങ്ങൾ കുറേ ഇങ്ങനെ എന്താ പറയാ, കുറേ സ്ഥലത്തൊക്കെ കയറി ഏതൊക്കെയോ വഴിയിൽ കൂടെ വന്ന് ഉണ്ടോ. ഇതൊക്കെ വെറുതെ പറഞ്ഞാണ്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇതാണ് നമ്മുടെ ഹെവൻലി മിസ്റ്റ്. ലാസ്റ്റ് നമ്മൾ അവിടെ അങ്ങനെ എത്തി. ഒരു കണക്കിന്. ഇനി നമുക്ക് അങ്ങോട്ട് കയറാം. പിന്നെ കുറച്ച് പണിയെടുക്കേണ്ടി വന്ന്. റോഡൊക്കെ കണ്ടല്ലോ, ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് റോഡൊക്കെ കാണിച്ചിട്ടുണ്ട്. റോഡൊക്കെ കുറച്ച് സീനാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ലോണം പണിയെടുക്കേണ്ടി വന്ന്. എന്നാലും നമ്മൾ എത്തിച്ചേർന്ന്. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഞാൻ അങ്ങനെ നമ്മളെത്തി. ഞാൻ നിങ്ങൾക്ക് ഇനി ഇവിടെ കാണിച്ചു തരാം. ഹെവൻലി മിസ്റ്റിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഗോഡ്സ് ഓൺ ഹൈഡ് ഔട്ട് അതിനെ പറഞ്ഞത്? അതന്നെ, ഗോഡ്സ് ഓൺ ഹൈഡ് ഔട്ടാണ് ഇവിടെ. ഇത് നോക്കിയേ, ഇത് ചെറിയൊരു കുളം. ഇപ്പുറത്ത് എന്തൊക്കെയോ ഇങ്ങനെ അങ്ങോട്ട് പോവാണ് നമ്മൾ ഹെവനിലേക്കുള്ള മിസ്റ്റിലേക്കുള്ളത്. അവിടെ മീനൊക്കെ ഉണ്ട്. കുളത്തിലെ മീനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ കാണിക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല. വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ എല്ലാം കാണിച്ചു തരുന്നതാണ്. ഇതാണ് ഹെവൻലി മിസ്റ്റ്. കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക്? ഇതാണ് ഫുള്ള് ഹെവൻലി മിസ്റ്റിൻ്റെ സംഭവം. നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ എത്തി. പിന്നെ അവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ എവിടെയോ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഹൈഡായി പോയിട്ടുണ്ടാവും. ദേ ഇവിടെ എവിടെയോ ചെറുതായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും ഇവിടെ ടവറുണ്ട് അവരുടെ തന്നെ. കണ്ടോ, ഇത് ടവറാണ് അവരുടെ. അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഒന്ന് ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ മറന്നു. ലഞ്ച് കഴിച്ചില്ല. അപ്പോൾ ലഞ്ച് മേടിക്കാൻ പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് കുട്ടിക്കാനം. അപ്പോൾ ലഞ്ച് മേടിക്കാൻ പോകണം. ലഞ്ച് മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ എല്ലാം കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ വന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. ടീ, കോഫി, പിന്നെ ഇവിടെ ജ്യൂസ്, എന്ത് വേണമെങ്കിലും നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരും. നമ്മളോട് ചോദിക്കും ആദ്യം എന്ത് വെൽക്കം ഡ്രിങ്കാണ് വേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെൽക്കം ഡ്രിങ്ക് തരും. ഇത് ആംബിയൻസ് നോക്കിയേ, പൂളാണ് ഈ കാണുന്നത്. ഇതേ മൗണ്ടെയ്ൻസ്. നാളെ ഞാൻ എന്തായാലും ഇവിടെ ഭയങ്കര വെയിലാണ് ഇപ്പം, അതുകൊണ്ട് അധികം വരെയൊക്കെ മനസ്സിലാവില്ല. ഞാൻ കുറച്ചും കൂടെ വെയിൽ മാറുന്ന സമയത്ത് ഇത് ഫുള്ള് കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ വഴി, നമ്മുടെ കോട്ടേജിലേക്കുള്ള. ഇതാണ് നമ്മുടെ കോട്ടേജ്. കോട്ടേജ് ഉള്ളിലേക്ക് കയറാം. ബെഡ്റൂം ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ബെഡ്റൂം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളുടെ ഇവിടുത്തെ തന്നെ ഒരു സീനറിയാണ്, ഒരു സീനറി ഗ്രീനറി എന്ന് പറയില്ല, അതുപോലത്തെ സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇതാണ് നമ്മുടെ റൂം. നല്ല റൂമാണ്. വാർഡ്രോബ്സ്. അങ്ങനെ ഇതിപ്പുറത്ത് വേറെ റൂം സെയിം പോലെ ഉണ്ട്. സീനറി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡൈനിങ് ടേബിൾ. ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിലൊന്നുമില്ല, നമ്മൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ലിവിങ് റൂം. ഇവിടെ ടി വി ഉണ്ട്. നമ്മുടെ കോട്ടേജ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് കുറച്ച് കയറണം. ഇപ്പോൾ ഇവിടെ വേറെ കോട്ടേജും ഉണ്ട്, ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ കുറച്ചുണ്ട് കേട്ടോ. എൻ്റെ നല്ല ഒരു എന്താ പറയുക, കുറേ ഇങ്ങനെ ചെടിയും മരങ്ങളൊക്കെ നിൽക്കണതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ നടന്നു പോകാൻ. നല്ല ആംബിയൻസും ഉണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും മഞ്ഞല്ല വരും. അതിന് ഫ്രണ്ടിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതണ്ട, ഇതാണ് ഓരോ കോട്ടേജസ്. ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്, ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്, ഇവിടെ അപ്പുറത്തേക്ക് കുറച്ച് കോട്ടേജ് ഉണ്ട്. ഇവിടെ നല്ലതില്ലേ, തണുപ്പ് കാറ്റുണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1:30 മണിയായി. വലിയ വെയിലില്ല, പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പ് കാറ്റുണ്ട്. വലിയ വെയിലില്ല, നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാം എടുക്കാവുന്നതാണ് കേട്ടോ. ലൊക്കേഷൻ ചിലപ്പോൾ പണിയായിരിക്കും എത്തിച്ചേരാനേ. അപ്പോൾ ഇവർ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും ഇങ്ങോട്ട് എത്താൻ വേണ്ടിയുള്ള ലൊക്കേഷനല്ല. അങ്ങനെ നമ്മൾ ഉച്ചക്ക് 5 കഴിഞ്ഞ്, കാരണം ഞങ്ങൾ 5 കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ശരിക്കും 5 ഉണ്ടാവാറില്ല, ഉച്ചക്ക് കൊടുക്കാറില്ലെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ വിശന്നിരിക്കുവാണെന്ന് അറിഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി അപ്പം തന്നെ മാക്സിമം പോയൊരു 45 മിനിറ്റ്സിനുള്ളിൽ ചപ്പാത്തി, ചിക്കൻ കറി, ഫിഷ് കറി, പിന്നെ കുറച്ച് ചോറ് എല്ലാം റെഡിയാക്കി തന്നിട്ടാണ്. അതൊരു എന്താ പറയുക, വളരെ ഒരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. കാരണം അത്രയ്ക്ക് അവർ ആ ഗസ്റ്റിനെ അവർ എന്താ പറയുക നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഇവർക്ക് മാർക്ക് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇനി നമ്മൾ കുറച്ച് പരിപാടി ഉണ്ട്. അവിടെ ഒരു ടവറുണ്ട്, അതിൻ്റെ ഇന്നല്ലെങ്കിൽ നാളെ കയറും നമ്മൾ എന്തായാലും. ടവറുണ്ട്, പൂളുണ്ട്, പിന്നെ ഇതിൽ തന്നെ വാഗമണിലേക്കൊക്കെ പോവാം എന്നാണ് അവർ പറഞ്ഞത്. അതിലെ വഴിയുണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്ന വീഡിയോ എങ്ങനെ പോണ് അതിലെല്ലാത്തിലും ഞാൻ എല്ലാം കാണിക്കുന്നതാണ്. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. ഒരു നോർമൽ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഫുഡായിരുന്നു. ചിക്കൻ കറി ആണെങ്കിലും ഫിഷ് കറി ആണെങ്കിലും എല്ലാം ആണെങ്കിലും. വരുമ്പോൾ തന്നെ പൂളി ചാടുന്ന ഒരു വ്യക്തിനൊക്കെ നോക്കി. എന്ത് പറ്റിയടാ, എന്ത് തണുപ്പുണ്ടാ? അന്നൊരു ബക്കറ്റും കപ്പും തരട്ടെ, ഇവിടെ നിന്ന് കുളിക്ക് കോരി. ആ പോട്ടെ പോട്ടെ പോട്ടെ. എന്താ എന്താ പ്രശ്നം? പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് അവൻ ഇറങ്ങാൻ പറ്റില്ല. ടൈം നിങ്ങൾ നോക്കണോട്ടാ. ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് കാണാൻ പറ്റുന്നുണ്ടോ, 2:22 ടൈം കണ്ടാ. എന്നിട്ട് ഇപ്പോൾ ഇറങ്ങാൻ പറ്റണില്ല, കാരണം നല്ല തണുപ്പുണ്ട്. ഇപ്പം ചെറിയ വെയിൽ വന്നു. ഇത്ര നേരം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. വെള്ളത്തിന് മാത്രമല്ല അറ്റ്മോസ്ഫിയറും. ഇപ്പം ചെറുതായിട്ടൊരു വെയിലുണ്ടെന്നില്ല, പക്ഷെ എന്നാലും തണുപ്പുണ്ട് ഇവിടെ. രാഹുൽ സമ്മതിക്കണം, അവന് പൂളിൽ ഇറങ്ങണമെന്ന് ഇപ്പം തന്നെ. ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല, ഞാനും ഇറങ്ങണമെന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവനെ ഇറങ്ങി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകണം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്തായി കാണിക്കണമെന്ന് ആയിരിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ കാണിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. എന്താ എന്താണ് രാവിലെ പ്രശ്നം? നല്ല തണുപ്പുണ്ടെന്ന് വെള്ളത്തിന്. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കണേട്ടാ. പറഞ്ഞ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണെന്ന്. അപ്പൊ ഞാൻ അവനെ വെള്ളത്തിൽ ഇറങ്ങി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പോണു. മോട്ടിവേറ്റ് നല്ല തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു ഫ്രിഡ്ജില് തണുത്ത വെള്ളം നമ്മൾ വെച്ച് അങ്ങനെ ഉണ്ടാവും. ആ തണുപ്പാണ് വെള്ളത്തിൽ.
അയ്യോ എടാ നമ്മളല്ല നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ നല്ല തണുപ്പുണ്ടല്ലോ, നല്ല തണുപ്പുണ്ട്. ബയ്യേക്ക് വരട്ടെ, ഞാൻ ചോദിച്ചാടല്ല. ബയ്യേക്ക് വന്നിട്ട് ഇറങ്ങാം. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, ഒട്ടും ഇറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് തണുപ്പാ, കാലൊക്കെ ഒരു രക്ഷയില്ല. ഒരു ഞാൻ നോക്കട്ടെ, ബയ്യേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ഇറങ്ങാം. അപ്പോൾ ഫൈനലി ഞാൻ പൂളിലിറങ്ങാൻ പോണേ. ഞാൻ ഇപ്പോൾ ക്യാമറ അതെ ഒന്ന് കൊടുത്തിട്ട് പൂളിലിറങ്ങട്ടെ. നല്ല തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഞാൻ ചത്തു പോകണതാണ് ഇപ്പോൾ. ഓൾ ദ ബെസ്റ്റ്. പൊളിക്കാം നാരം കളിക്കട്ടെ, നാരം. പോയി എന്താ തണുപ്പ്. ഓക്കെ അല്ലേ, വാ പൊളിയല്ലേ. നമ്മുടെ ക്യാമറ നമ്മളങ്ങനെ പൂളിലിറക്കി. അതുകൊണ്ടാ നമ്മൾ പൂളിലേക്ക് ക്യാമറയും കൂടെ ഇറക്കി. നിങ്ങളെ ഒന്ന് അവിടം വരെ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, പൂളിലേക്ക് ഇറക്കിയില്ലായിരുന്നു. നല്ല അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു 5 ഇഞ്ച് ആഴമുണ്ടാവും. കേട്ടാ, ഇതണ്ട, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് പൂളാണ്, പൂളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ബാക്കിൽ അടിപൊളിയാണ്. അതെ ബയ്യുണ്ട്, ബയ്യക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സെൽഫി അല്ല ഇത്, വീഡിയോ. അങ്ങനെ ഇവിടെ വെള്ളമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഉണ്ട്. ഇതാണ് വ്യൂ, അടിപൊളിയല്ലേ, സൂപ്പർ വ്യൂ ആണ്. പൂളിൻ്റെ അകത്തുനിന്ന് വ്യൂ നേരെ മൗണ്ടനിലേക്ക്.